ചില ഒടുവിൽ കേജ്രിവാളിനെയും കൂടെയുള്ള 23 പേരെയും അവിടുത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അരവിന്ദ് കേജ്രിവാൾ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അവിടെ BJP ഭരണത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് BJPയുടെ ഒരു ട്രാപ്പായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ വിചാരണ കോടതിയിലെ വിധി വരുന്ന അവസരത്തിൽ നമുക്ക് തോന്നുന്നത്. അധികാരമുള്ളത് കൊണ്ട് തന്നെ ആ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധികളെ പൂട്ടുന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ്. കാര്യം CBI രജിസ്റ്റർ ചെയ്ത കേസാണ്, ED അന്വേഷിക്കുന്ന കേസാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ CBI അന്വേഷണത്തിലെ പാളിച്ചകളാണ് കോടതി അക്കമിട്ട് നിരത്തി അതിൽ തെളിവില്ല എന്ന് പറയുന്നത്. ഈ മദ്യനയത്തിൻ്റെ കരാറിൽ അദ്ദേഹം ഒപ്പിട്ടു, ആ മദ്യനയം ആ കമ്പനിയുമായി ചേർന്ന് അദ്ദേഹം കോടികൾ തട്ടി എന്ന രീതിയിലുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ആളാണ്. ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ഡൽഹി പിടിക്കുന്നു, പഞ്ചാബ് പിടിക്കുന്നു. ഇങ്ങനെ അത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി വന്ന് ഈ ഫ്രീ ബീസ് എന്ന് പറയുന്ന അതായത് ഈ സമ്മാനം അതായത് അവരുടെ പ്രകടന പത്രികയിലാണ് ഈ ഫ്രീ ബീസ് തന്നെ അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ തലസ്ഥാനമല്ലേ. അവിടെ കോൺഗ്രസ് നീണ്ടകാലം ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഭരിച്ചിരുന്നതാണ്. അവിടെ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടാണ് ഈ പറയുന്ന പോലെ ഈ പാർട്ടി വരുന്നത്, ആം ആദ്മി വരുന്നത്. അപ്പോൾ അത് BJPക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അധികാരവും അവരുടെ ഈ പറയുന്ന കഴിഞ്ഞ എത്രയോ വർഷത്തെ ഇത് 3ാമത്തെ ടൈമാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ചേർന്ന് കൊണ്ട് അദ്ദേഹത്തിനെതിരെ കുരുക്ക് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഈ പറയുന്ന ആൻറ്റി ഇൻകംപൻസിയാണ് അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണം എന്നാണ് നമ്മൾ ആ ഡൽഹി ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ BJP ഓരോ സംസ്ഥാനങ്ങളിലും അവർ ഈ ഭരണത്തിലിരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ബുദ്ധിപരമായ നീക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട്. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോളെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലാണെങ്കിൽ ഇത്തരത്തിലൊരു മദ്യ അജണ്ടയുമായിട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ അരവിന്ദ് കേജ്രിവാളുമായിട്ട് ഈ ബന്ധമുണ്ടാക്കി അതേ കമ്പനി തന്നെയല്ലേ കേരളത്തിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇതുമായി വന്നിട്ടുള്ളത്? അതായത് പാലക്കാട് ബ്രൂവറി തുടങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണത്തിന് വിധേയമായ കമ്പനിയാണ് വന്നതെന്ന് നമ്മൾ ആ അവസരത്തിൽ കേട്ടിട്ടുണ്ട്. ഈ പാലക്കാടാണ് ഇങ്ങനെ ഈ കമ്പനി ബ്രൂവറി തുടങ്ങാൻ പോകുന്നു, അവിടുത്തെ ഭൂഗർഭ ജലാശയത്തിൽ നിന്ന് വെള്ളം ഊറ്റി ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ വന്നത്. പക്ഷേ ഇത് കമ്പനിയിൽ നിന്ന് അദ്ദേഹം ഈ പറയുന്ന പ്രസ്തുത കമ്പനിയിൽ നിന്ന് കോടികൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഈ മദ്യനയം അദ്ദേഹം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് CBI കണ്ടെത്തൽ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു CBI കണ്ടെത്തലിന് എതിരായിട്ടാണ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചത്. വിചാരണ കോടതി അതായത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത്. ഗൂഢാലോചന ചെയ്ത് അതിനുശേഷം ഈ കമ്പനിയിൽ നിന്നും വലിയൊരു തുക ഈടാക്കി അതിനുശേഷം അവിടേക്ക് ഈ മദ്യ കമ്പനിയെ കൊണ്ടുവരുന്നു. ഇതായിരുന്നു അതിന്റെ ഗൂഢാലോചന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസ്. ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ മുഴുവനായിട്ടും CBIക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോടതിയിലേക്ക് എന്താണെങ്കിലും ഡൽഹി ഭരിച്ചൊരു നേതാവാണ്, ആ നേതാവിനെ ഒരു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ആ തെളിവുകൾ ഇല്ലെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ടൊരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. കാരണം നമുക്കറിയാം ഈ വന്ന കാലഘട്ടത്തിൽ ED കൊണ്ടാണെങ്കിലും CBI കൊണ്ടാണെങ്കിലും രാഷ്ട്രീയം കളിക്കുന്ന BJPയുടെ നയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് യഥാർത്ഥത്തിൽ BJPക്കല്ലേ അടിയാകാൻ പോകുന്നത്? തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ഇത് കിട്ടുന്ന ഏറ്റവും വലിയ കർണത്തിലെ അടി തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കെജ്രിവാൾ പഞ്ചാബിൽ ഭരണം പിടിച്ചിരിക്കുവാണ്, ഡൽഹിയിൽ 2 ടേം ഭരിക്കുവാണ്, രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ BJP ഇതുപോലെയാണ് അവരുടെ ഓരോ നീക്കം. ഇപ്പോൾ അവർ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ അവർ കളിച്ചു കണ്ടില്ലേ. ഇപ്പം നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ SIT എന്ന് പറയുന്ന തന്ത്രം പോലും അവർ വളരെ ഒരു ബുദ്ധിപൂർവ്വതയോടെയാണ് അവരുടെ കളികളെല്ലാം തന്നെ പോകുന്നത്. SITയിൽ ബംഗാളിൽ എത്രയോ പേരുടെ വോട്ട് പോയി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം വോട്ട് കേരളത്തിലുള്ളവർക്ക് നഷ്ടമായി. ചിലപ്പോൾ പറയുന്ന രാഹുലിന് വോട്ട് കാണില്ല, എനിക്ക് വോട്ട് കാണില്ല, 20 വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് വോട്ടില്ല എന്നൊരു അവസ്ഥയൊക്കെ തന്നെ വരാൻ സാധ്യത. അപ്പോൾ ഇവരുടെ ഓരോ പ്ലാനാണ്. ഇപ്പൊ ഈ പറയുന്ന ഡൽഹിയിൽ അവർക്ക് ഭരണത്തിൽ വരാനായി അവർ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ SIRനെ പറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ SIR കേരളത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പല മണ്ഡലങ്ങളിലും അവർക്ക് വളരെയധികം വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ടിങ്
കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും BJP മൗനമായത് എന്തുകൊണ്ടായിരിക്കും? അല്ല, SITയുടെ ഇതിൽ അങ്ങനെ BJP മൗനമായിരിക്കുന്ന വെച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ അവർക്ക് ഇനി ഇപ്പോഴത്തെ അവസരം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇനി അടുത്തൊരു 5 കൊല്ലം കഴിഞ്ഞാലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത കേരളത്തിലുള്ളൂ. അല്ല, BJPയെ സംബന്ധിച്ച് ഒരുപാട് കള്ള വോട്ടുകളുടെ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു. ഇപ്പോൾ സുരേഷ് ഗോപിയെ വരെ ട്രോളിക്കൊണ്ട് തൃശ്ശൂർ DCC പ്രസിഡന്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ SIRന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ വോട്ടുകൾ കൂടെയല്ലേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്? അല്ല, BJPയുടെ വോട്ട് എന്ന് പറഞ്ഞു, BJPയെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു വോട്ട് ശതമാനം ഇവിടെ ഉണ്ടോ എന്നുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ ആ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ രാഹുൽ, ഈ SIRന്റെ പൂർണ്ണമായ വിവരം ഇപ്പൊ വന്നിട്ടില്ലല്ലോ, ഇതുവരെയും കൃത്യമായി പുറത്ത് വന്നിട്ടില്ല. അത് പുറത്ത് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. കാര്യം ഇപ്പം സുരേഷ് ഗോപിയുടെ തൃശ്ശൂരത്തെ ജയം നമ്മൾ അങ്ങനെ BJPയുടെ ഒരു തരത്തിൽ നമുക്ക് കാണണ്ട. അത് CPMന്റെ വോട്ടും അല്ലാതെ നിഷ്പക്ഷരായിട്ടും അദ്ദേഹം ഒരു സിനിമാ താരം എന്ന രീതിയിലും പോയതായിരിക്കാം. പിന്നെ BJPക്കായിട്ടൊരു പോക്കറ്റ് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. കാര്യം നിഷ്പക്ഷര വോട്ടൊക്കെ തന്നെയാണ് BJPക്ക് പോകുന്നത്. ഇപ്പം ക്രിസംഗികളുടെ വോട്ട്, ക്രിസംഗി എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഇല്ലേ, ക്രിസ്ത്യൻ വോട്ട്, ന്യൂനപക്ഷ വോട്ട്, ഇപ്പൊ ഇനി മുസ്ലിം വോട്ടിന് കൂടെ അവർ കേന്ദ്രീകരിച്ച് അവർ കളിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വോട്ട് രാഷ്ട്രീയം മാത്രമല്ലല്ലോ, നമ്മൾ ഡൽഹിയിൽ സംസാരിച്ചു തുടങ്ങിയ വിഷയത്തിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാം. അവരെ സംബന്ധിച്ച അധികാരം എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി, ഇപ്പൊ ബീഹാർ നമ്മൾ എടുത്താൽ നിതീഷ് കുമാർ എന്നെ തള്ളിയിട്ടിട്ട് ഇവരുടെ തന്നെ ആളിനെ നിർത്തി അവർ ഇലക്ഷൻ നേരിടാൻ പോയതല്ലേ. എന്നിട്ട് നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ എത്ര കണ്ട അവിടുത്തെ ജനത്തിന് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ് നിതീഷ് കുമാർ തിരിച്ചു വന്നത്. ഇവിടെ കെജ്രിവാളിനെ പുറത്താക്കാൻ നല്ല ഗെയിം തന്നെയാണ് ഇവിടെ നടന്നത്. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുമോ എന്ന് രാഹുൽ ചോദിച്ചു. ഗൂഢാലോചന CBI കണ്ടെത്തിയ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി അത് തെളിയിക്കുന്ന രേഖകളില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എനിക്ക് അന്നും ഒരു ചെറിയ ധാരണയുണ്ടായിരുന്നു, അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യും. കാര്യം മാധ്യമ അദ്ദേഹം ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം കോടതി വെറുതെ വിട്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കോടതിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം. അപ്പൊ പലപ്പോഴും നമുക്ക് തന്നെ തോന്നിപ്പോ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ലായിരിക്കാം. അല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് അതെ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് ചെറുതായിട്ടെങ്കിലും ബോധ്യം ഉണ്ടാവും ഇതൊരു ട്രാപ്പ് ആണെന്നുള്ള കാര്യം. കാര്യം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമം എന്ന് പറയുമ്പോൾ ഫോർത്ത് എസ്റ്റേറ്റിൽ പണിയെടുത്തിട്ടുള്ള ഒരാൾ, അദ്ദേഹം IAS കാരനും കൂടെയാണ്. അത് നമ്മൾ ചിന്തിക്കുക. IAS മാറ്റി നിർത്തിയാൽ ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് അതിനകത്ത് ഉണ്ടാകുമെന്നൊരു സാമാന്യ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പൊ അത് ഈ പറയുന്ന 2 ടേം കൂടി ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ തലസ്ഥാനമായ ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു കുതന്ത്രം തന്നെ. അല്ല, എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു തിരിച്ചുവരവ് ഡൽഹിയിൽ വീണ്ടും ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കും. കാരണം തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസം കൊണ്ടൊന്നും നിന്നു പോകുന്നതല്ലല്ലോ. എന്താണെങ്കിലും വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ തിരിച്ചുവരവ്. എന്താണെങ്കിലും ഇത് ദേശീയ രാഷ്ട്രീയത്തെ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ അപ്രമാദിത്വത്തിന് ഇടിവ് സംഭവിച്ചു തുടങ്ങുന്നതിന്റെ സൂചനകളാണ് ഇതെല്ലാം കാണിക്കുന്നത്. BJP ഇപ്പൊ ബംഗാളി പിടിക്കാൻ മമതയെയും അവിടുത്തെ മുസ്ലിം വോട്ട്, അതായത് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടാണ് മമതയ്ക്ക് കിട്ടുന്നത്. മമതയ്ക്ക് കിട്ടുന്ന അവിടുത്തെ മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ട് എങ്ങനെ കുറയ്ക്കാം അതിനു വേണ്ടിയുള്ളതായിരുന്നു SIR അവിടെ പ്രാവർത്തികമാക്കാൻ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ബംഗാളിൽ ഇവർ എന്താ ചെയ്യാൻ നോക്കിയത്, മമത പിന്നെ തെരഞ്ഞെടുപ്പിനെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഡേറ്റ, അവരെ എന്തൊക്കെയാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനും മറ്റുമൊക്കെ തുറന്നു വെച്ചൊരു ഓഫീസിലേക്കാണ് അവർ തള്ളിക്കയറി ED അന്വേഷണം നടത്താൻ വേണ്ടി പോയത്. അവിടെയാണ് മമത വക്കീൽ വേഷം അണിഞ്ഞ് സുപ്രീം കോടതിയിൽ വന്ന്. അപ്പം അങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിൽ ഇവർക്ക് കടന്നുകയറ്റം ഉണ്ടാകാം, ആ രീതിയിലൊരു കടന്നുകയറ്റം അധികാരവും അതുപോലെ തന്നെ അവരുടെ ഈ ഇത്രയും നാളത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് ED അവർക്കൊപ്പമാണ്, CBI അവർക്കൊപ്പമാണ്. അത് തന്നെ അത്തരത്തിലൊരു വേട്ട തന്നെയാണോ കേരളത്തിൽ എന്നുകൂടെ നമുക്ക് സംശയിക്കേണ്ടി വരും. രാഷ്ട്രീയ എതിരാളികളെ ഇപ്പോൾ അവർ നിശബ്ദമായി കളിക്കുന്നത്, അവർക്ക് കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യ എതിരാളി. CPM അവർക്ക് ഒരിക്കലും ഒന്നുമല്ല. അവർ CPMനെ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രാപ്പിൽ പകുതിയോളം CPM വീണു, കേരളത്തിലെ CPM വീണിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി BJP, അമിത്ഷാ, നരേന്ദ്രമോദി സഖ്യത്തിന്റെ ഗൂഢതന്ത്രം പൊളിയുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കെജ്രിവാൾ ജയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല സൂചനയാണ്. നമുക്ക് നോക്കാം ഇനി തുടർന്ന് അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും ഇതിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും മറുപടി പറയേണ്ടി വരുമല്ലോ നരേന്ദ്രമോദിക്ക്. നോക്കാം.